പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയാണ്. അതായത് ബ്രഷ്ലെസ് DC മോട്ടർ, BLDC മോട്ടറുകൾ, നമുക്ക് വാട്ടർ പമ്പുകളായിട്ട് യൂസ് ചെയ്യുന്ന BLDC പമ്പുകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഒരു BLDC സബ്മേഴ്സിബിൾ പമ്പാണ്. അതായത് ഇത് നമുക്ക് വരുന്നത് 28 വോൾട്ട് 450 വാട്ട്സിൻ്റെ 1.5 ഇഞ്ച് ഡെലിവറി സൈസിൽ മാക്സിമം 35 മീറ്റർ വരെ ഹെഡ് കിട്ടുന്നതും അപ്രോക്സിമേറ്റ് 5000 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് ഉള്ളതുമായിട്ടുള്ള സബ്മേഴ്സിബിൾ ടൈപ്പ് ഒരു BLDC പമ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇത് സോളാർ പാനലിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ അടുത്ത് സോളാർ പാനൽ നിലവിലില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു 2 ബാറ്ററി എടുത്തിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ ബാറ്ററിയിലേക്കാണ് ഈ മോട്ടർ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നമ്മുടെ ടെക്നീഷ്യനായിട്ടുള്ള ബിനിച്ചേട്ടനാണ് ചെയ്യാൻ പോകുന്നത്. ബിനിച്ചേട്ടൻ്റെ കുറേ വീഡിയോസിലായിട്ട് ആൾക്കാർ തപ്പി നടക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ആളിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കണക്ഷനും കാര്യങ്ങളൊക്കെ ബിനിച്ചേട്ടനായിരിക്കും ചെയ്യുക. ഞാൻ ബിനിച്ചേട്ടൻ്റെ കൈമാറാം. ഹലോ സുഹൃത്തുക്കളെ, ഒരു നന്ദി പ്രകാശനത്തിലൂടെ തന്നെ തുടങ്ങാം. 2-3 വീഡിയോകൾ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അന്വേഷിച്ചെന്ന് ഇവിടെ ഭയങ്കര കമൻറ്റ് വന്നു. അപ്പോൾ അതിന് ആദ്യം എന്നെ അന്വേഷിച്ചവർക്ക് എൻ്റെ നന്ദി. എന്നെ അന്വേഷിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് തുടങ്ങാം. ഇന്ന് ഇപ്പോൾ എൽദോസ് പറഞ്ഞ പോലെ ഇത് BLDC പമ്പാണ്. BLDC എന്ന DC സോളാറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവർ. ഇന്നിപ്പോൾ സോളാർ പാനൽ നമുക്കില്ല. 28 വോൾട്ടാണ് ഇതിൻ്റെ ബേസ് സപ്ലൈ. 28 വോൾട്ടിൽ. അപ്പോൾ 24 വോൾട്ട് നമ്മൾ 2 12 വോൾട്ട് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്ന 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇന്നിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 35 മീറ്റർ വരെ മാക്സിമം ഹെഡ് കിട്ടുമെന്നാണ് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് അതിൻ്റെ എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ. 1.5 ഇഞ്ചാണ് ഡെലിവറി പറഞ്ഞേക്കുന്നത്. അത് ഇപ്പോൾ 1.25-ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് ടാങ്കിലിട്ട് ആദ്യം നമുക്ക് ടെസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ആംപിയർ മീറ്റർ വഴിയാണ് കണക്ട് ചെയ്യണത്. അത് റീഡിങ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോട്ടർ നമുക്ക് കണക്ട് ചെയ്യാം. മോട്ടറിൽ റെഗുലേറ്റർ ഉള്ള ടൈപ്പ് മോട്ടറാണ്. ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്യാവുന്ന മോട്ടറാണ്. അതുകൊണ്ട് സാവകാശം ഡ്രൈവായി വരുള്ളൂ. ആംപിയറിൽ റീഡിങ് എടുത്ത് മോട്ടോർ സ്പീഡ് ആവുന്നതിനനുസരിച്ച് ആംപിയർ കയറി വരും. ഏകദേശം 12-13 ആംപിയറാണ്. അല്ല 16 ആംപിയർ, 16 ആംപിയർ 17 ആംപിയറാണ് റേറ്റിംഗ് റീഡിങ് കാണേണ്ടത്. 16 ആംപിയറിൽ കോൺസ്റ്റൻ്റായി. ഇപ്പം ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് നോക്കാം. പറഞ്ഞ പോലെ നല്ല ഡിസ്ചാർജ് കാണിക്കുന്നുണ്ട്. നല്ല താത്തി പിടിച്ച് നല്ല മേത്തേക്ക് വെള്ളം തരും. നമുക്ക് കയ്യിൽ ലോഡ് ചെയ്യുമ്പോൾ ക്യാമറ നോക്കണേ. നല്ല പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പുറത്തേക്കൊന്ന് കിട്ടിയോ? നല്ല പ്രഷർ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു നല്ല പെയിന് കയ്യിൽ കിട്ടുന്നുണ്ട്. കണ്ടോ? നേരെ നമ്മുടെ മേത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നത്. വിട്ടാക്കട്ടെ. ഇത് മൊബൈലിൽ വെള്ളം തെറിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി പ്രഷർ ഗേജ് കണക്ട് ചെയ്ത് നമ്മളതിന് എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യേണ്ട പമ്പെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 16 ആംപിയറാണ് ഇൻപുട്ട് കറണ്ട് എടുക്കുന്നത്. ഇനി ആ ഇൻപുട്ട് കറണ്ട് എടുക്കുന്ന മോട്ടർ 35 മീറ്റർ ഹെഡ് എന്നാണ് കമ്പനി നമുക്ക് അവകാശപ്പെടുന്നത്. അതൊരു 30 നമുക്ക് കണക്ക് കൂട്ടാം. DC അല്ലേ. അത് 28 വോൾട്ടിലാണ് ഈ 35 മീറ്റർ ഹെഡ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ 24 വോൾട്ട് ബാറ്ററിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പാനലിനാണ് ഈ പറഞ്ഞ 28 വോൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രഷർ ഗേജ് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ആ 20. ശരിയാണ്. പമ്പ് 30 മീറ്റർ ലോഡ് കറക്റ്റ് 3 kg പ്രഷർ ഇപ്പോൾ ജനറേറ്റ് ചെയ്തു. ഫുൾ ക്ലോസ് അല്ല, ഫുൾ ക്ലോസ് ചെയ്താലും വലിയ ഫുൾ. അപ്പോൾ 3 kg പ്രഷർ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ
ഈസി ആയിട്ട് വെള്ളം എത്തുന്ന ലെവലാണ്. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ 28 വോൾട്ടിൻ്റെയാണ്. ഇതിന് മാക്സിമം നമുക്ക് 80 വോൾട്ട് വരെ കറണ്ട് കൊടുക്കാവുന്നതാണ്. 450 വാട്ട്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ വരുന്നത്. ഇതിന് മിനിമം സോളാർ പാനലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 585 വാട്ട്സിൻ്റെ സോളാർ പാനൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ 380 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 2 എണ്ണം വരെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് വേണം പമ്പ് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ഇത് കൂടാതെ ഇവർക്ക് ഒരുപാട് ടൈപ്പ് മോഡലുകളുണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മുടെ സൈറ്റ് ഹെഡ് അനുസരിച്ച് നമുക്ക് ഒരുപാട് മോഡൽസ് സെലക്ട് ചെയ്യാം. ഇതേപോലത്തെ ഉണ്ട് നമ്മുടെ സാധാരണ കിണറിൽ യൂസ് ചെയ്യുന്ന ഹെഡ് കുറഞ്ഞതും ഡിസ്ചാർജ് കൂടിയതായിട്ടുള്ള പമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മോഡൽസ്. ഇനിയപ്പോൾ നമുക്ക് കറണ്ട് ഇല്ല എന്നത് നമുക്കൊരു ലിമിറ്റേഷനായിട്ട് കരുതണ്ട. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള പാനൽ ബോർഡോ അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ക്യാരി ചെയ്യാൻ പാടാണ്. സോളാർ പാനൽ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ പറമ്പിൽ ഈസി ആയിട്ട് കിട്ടും. ഇതിന് ഏകദേശം ഈ പമ്പിന് വരുന്നൊരു 12,000-13,000 രൂപയാണ് ഈ പമ്പിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇതൊരു സ്ഥിര ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വൺസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കറണ്ടോ കാര്യങ്ങളൊന്നും ബില്ലോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലത്തെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. Okay.